വർഷങ്ങൾക്ക് മുൻപ് ഏറെ നാൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവാദ പരമ്പര സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റിയും ടീകോമും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ടീകോമിന്റെ കൈവശമുള്ള 246 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതി ഉപേക്ഷിക്കാൻ ടീകോം തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ അടിമുടി ദുരൂഹതയെന്ന ആരോപണമാണ് പ്രതിപക്ഷത്തിന്റേത്. സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതുകൊണ്ടല്ലേ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അവസാനം 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതയുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട്. 242 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിന്റെ പുറകെ. ഭൂമി കച്ചവടമാണ്. എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത്? ആരാണ് പെർഫോം ചെയ്യാത്തത്? ടീകോമാണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അവരുടേതല്ലേ പിഴ ഈടാക്കുന്നത്? എഗ്രിമെന്റ് ഉള്ളത്. തിരിച്ചുപിടിക്കുന്ന ഭൂമി ആർക്കോ മറച്ചു കൊടുക്കാനുള്ള പദ്ധതിയാണ് സർക്കാരിനെന്നും അത് ആർക്കാണെന്ന് കണ്ടെത്തണമെന്നും കേരളത്തിലെ ചെറുപ്പക്കാരെ കഴിഞ്ഞ 10 വർഷം സർക്കാർ വഞ്ചിച്ചുവെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എന്നാൽ പദ്ധതിയിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും 2 കൂട്ടരുടെയും താൽപര്യപ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. സർക്കാരിന് ഇക്കാര്യത്തിൽ കാര്യക്ഷമത കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്നും പദ്ധതി അവസാനിപ്പിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയ മന്ത്രി നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.